വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം കാണുവാൻ കേന്ദ്ര സർക്കാർ ആവശ്യത്തിലധികം ഫണ്ടുകൾ നൽകുന്നുണ്ടെങ്കിലും അതൊന്നും ചിലവഴിക്കാത്ത നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റ് കൈക്കൊള്ളുന്നത് എന്ന് ബിജെപി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബി.സി. വർഗീസ് ആരോപിച്ചു. വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര വനനിയമം മാറ്റാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് വനംവകുപ്പ് ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇടുക്കി ജില്ലയിലെ 45-ലധികം ആൾക്കാരുടെ ജീവനുകൾ വന്യമൃഗങ്ങൾ ആനയായിട്ടും കടുവയായിട്ടും അല്ലാതെയൊക്കെ മറ്റ് വന്യജീവികളുടെ ആക്രമണത്തിൽ നഷ്ടമായിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് ഇന്നും അക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫോറസ്റ്റ് ഏരിയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളിൽ മനുഷ്യജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാതലായിട്ടുള്ള ഒരു നടപടിയും ശാശ്വതമായിട്ടുള്ള ഒരു നടപടിയും സംസ്ഥാന ഗവൺമെൻറ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഓരോ പ്രാവശ്യവും ആനയും മറ്റ് വന്യജീവികളും മനുഷ്യജീവനെടുക്കും, അന്നേരം കുറച്ച് കോലാഹലം ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരവും കാണാനായിട്ട് പറ്റിയിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് 70 കോടി രൂപ പ്രതിവർഷം സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട്. അത് മനുഷ്യജീവനെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഈ വന്യജീവികൾ വനത്തിന് പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അതിന് കാരണം വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ അതിനുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ മൃഗങ്ങളെ പുറത്തേക്ക് വരുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിന്റെ പിന്നിൽ ഈ ഗവൺമെന്റിന്റെ അനാസ്ഥയാണ്. അതിന് കാതലായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം, പ്രോപ്പറായിട്ടുള്ള ഫെൻസിങ് സംവിധാനം ഉണ്ടാവണം, ഈ വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ ഉള്ള ആവാസ വ്യവസ്ഥ ഉണ്ടാകണം. അത് ചെയ്യുന്നില്ല. എന്നിട്ട് എന്തിനും കേന്ദ്ര വന്യജീവി നിയമം മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഉള്ള നിയമങ്ങളെ പാലിക്കാനായിട്ടോ അത് നടപ്പിൽ വരുത്താനായിട്ടുള്ള ആർജവം സംസ്ഥാന സർക്കാർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാതലായിട്ടുള്ള കാരണം.